ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ 2024 വായിച്ച എല്ലാ മലയാളം ബുക്സിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഇസ് ലൈക്ക് മൈ തോട്ട്സ്, മൈ എക്സ്പീരിയൻസ് റീഡിങ് ഇറ്റ്. സോ വിത്തൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ദ ഫസ്റ്റ് ബുക്ക് ഐ വുഡ് റെക്കമെൻഡ് എനി റീഡേഴ്സ് ഈസ് ആടുജീവിതം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മലയാളം ബുക്സ് വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തതും 5 സ്റ്റാർ കൊടുത്തതുമായിട്ടുള്ള ഒരു ബുക്കാണ്. ഏതൊരാൾ എന്നോട് റെക്കമെൻഡേഷൻ ചോദിക്കുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ബുക്കും കൂടാണ്. കാരണം എനിക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതുവരെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് വായിച്ചവരൊന്നും നിരാശപ്പെട്ടിട്ടില്ല ഇത് വായിച്ചിട്ട്. ആൻഡ് ഇതിൻ്റെ ലാംഗ്വേജും തന്നെ അധികം ഡിഫിക്കൽട്ടി ഒന്നുമല്ല. ഒരു ബിഗിനറിന് ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റിയ ലാംഗ്വേജ് ആണ്. അതുപോലെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അതിനായിട്ട് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു റോളർ കോസ്റ്റർ കൈൻഡ് ഓഫ് ബുക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂവി റിലീസായിരുന്നു. ബട്ട് എനിക്ക് മൂവി അത്രയും ഇഷ്ടമായില്ല കേട്ടോ. ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ബട്ട് പ്ലോട്ട് എന്ന വൈസ് എനിക്ക് കുറച്ച് ബോറടിച്ചു. മിഡിൽ എവിടേക്കോ എന്താണെന്നറിയില്ല. എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു മൂവിക്ക്. ബട്ട് എനിക്ക് ബുക്കാണ് കൂടുതൽ ഇഷ്ടമായത്. ബുക്കാണ് കുറച്ചും കൂടെ ഇവന്തോ കുറച്ച് ചീസി ആൻഡ് ക്ലീഷേ ആണ് എവിടേക്കോ. ബട്ട് അറ്റ് ദി സെയിം ടൈം ബുക്ക് ഭയങ്കര ഇമോഷണൽ ആണ്, ഭയങ്കര ഈസി റീഡിംഗ് ആണ്. അതുപോലെ അവിടെ ഇവിടേക്കായിട്ട് പ്ലോട്ട് ട്വിസ്റ്റ് കൈൻഡ് ഓഫ് എക്സിക്യൂഷൻ ആണ്. ആ ഒരു എക്സിക്യൂഷനൊക്കെയാണ് എനിക്ക് ഇഷ്ടമായത്. സോ പ്ലീസ് റീഡ് ദിസ് വൺ ഇഫ് യു ആർ എ ബിഗിനർ, ഇഫ് യു വാണ്ട് ടു റീഡ് എനി ബുക്ക്. ഇതുവരെ ജീവിതത്തിൽ ഒരു ബുക്ക് പോലും വായിക്കാത്ത ഒരാൾക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബുക്ക് കൂടാണിത്. സോ ഇതിൽ സ്റ്റോറി റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ നജീബ് വിസ കിട്ടിയിട്ട് ദുബായിലോട്ട് പോവാണ്. അപ്പൊ അവനക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നാട്ടിൽ നിൽക്കാൻ. അവനക്ക് അങ്ങനെയുള്ള പൈസയൊന്നുമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവനെ കുറച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ പോയി കഴിയുമ്പോൾ അവനൊരു അർബാബിന്റെ കീഴിലായിരിക്കും. അവിടെ എത്തുമ്പോഴാണ് അവനക്ക് മനസ്സിലാകുന്നത് അവൻ വിചാരിച്ച പോലെ ഒന്നല്ല. പിന്നെ അർബാബിന്റെ അവനോടുള്ള ബിഹേവിയർ, പിന്നെ അവനവിടെ പെട്ടുപോയ ഒരു അവസ്ഥ, പിന്നെ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാനുള്ള അവന്റെ ശ്രമങ്ങൾ, ഇതൊക്കെയാണ് ആ ബുക്കിലുള്ളത്. ഭയങ്കര ഇമോഷണൽ ആണ്. അറ്റ് ദ സെയിം ടൈം യു വുഡ് ലവ് നജീബ് ആസ് എ ക്യാരക്ടർ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിപ്പോഴും നിങ്ങളോട് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഐ റിയലി ലവ് ദിസ് ബുക്ക്. എത്രയോ കാലങ്ങളായിട്ടുള്ള എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ബുക്കാണ്. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ ഇഫ് യു ഹാവിൻ റെഡ് ദ ബുക്ക്. ഈവൻ ദോ നിങ്ങൾ മൂവി വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും യു ക്യാൻ സ്റ്റിൽ റീഡ് ദ ബുക്ക് because the book is much better. So the next book is Ram Care of Anandi. സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം സൃഷ്ടിച്ചൊരു ബുക്കാണിത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചതും ഇത് വായിച്ചതും ഒക്കെ. സോ ഇതും തന്നെ എനിക്ക് ഭയങ്കര നമ്മളുടെ ലാംഗ്വേജിനോട് സിമിലർ ആയിട്ട് തോന്നി. അധികം സാഹിത്യപരമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലാംഗ്വേജ് ഇതായിട്ടല്ല എഴുതിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഈസി ലാംഗ്വേജ് ആയിട്ടാണ് തോന്നിയത്. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ രാമ ചെന്നൈയിൽ പോകുമ്പോൾ അവർക്ക് 2 ഉദ്ദേശമാണുള്ളത്. ഒന്ന്, അവർക്ക് അവിടെയുള്ള എക്സ്പീരിയൻസ്, അവിടെയുള്ള എക്സ്പ്ലോറേഷൻസ് ഒക്കെ അവനൊരു ബുക്കായിട്ട് എഴുതാൻ ആഗ്രഹമുണ്ട്. അതുപോലെ അവനക്ക് സിനിമനെ പറ്റി പഠിക്കാനും ആഗ്രഹമുണ്ട്. സോ ഈ 2 കാര്യങ്ങൾക്കാണ് അവൻ പോകുന്നത്. അവിടെ എത്തുമ്പോൾ അവനക്ക് ഒരുപാട് ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുകയാണ്. ആൻഡ് അവനക്കൊരു ലവ് ഇൻട്രസ്റ്റും ഉണ്ട്, ആനന്ദി. അപ്പോൾ അവളോട് നല്ല ക്ലോസ് ആവുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് നല്ല ജെംസ് ഓഫ് ക്യാരക്ടേഴ്സ് ഈ ബുക്കിലുണ്ട്. ആ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഹാർട്ടിൽ കുത്തിവെച്ച പോലെ നമ്മൾ അവരെ എങ്ങനെ ആയാലും ഓർമ്മിക്കും. നമ്മൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല ഇതിന്റെ എക്സ്പീരിയൻസ് വായിക്കുമ്പോൾ ഉണ്ടായത്. ഒരുപാട് നല്ല മൊമെന്റ്സും ഒക്കെ ഉള്ള ഒരു ബുക്കാണ്. കംപ്ലീറ്റ് ഒരു ലവ് സ്റ്റോറി അല്ല, ബട്ട് ഒരു ലവ് സ്റ്റോറി ഉണ്ട് സൈഡ് ലൈൻ ആയിട്ട്. അതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ ഉണ്ട് ഇതിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു എലമെന്റ്. അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ലൈക്ക് ആ ട്രാൻസ്ജെൻഡർ നമ്മുടെ സൊസൈറ്റിയിൽ നേരിടുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ റിയലി എൻജോയ് ദാറ്റ് വോയിസ് ഓഫ് ദാറ്റ് ഓത്തർ. അപ്പോൾ എനിക്ക് ത്രൂ ഔട്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ എൻഡിങ് ഭയങ്കര എക്സെപ്ഷണൽ ആണ്. കാരണം ഒരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ് ആണ്. ആൻഡ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അത് അങ്ങനെ എൻഡ് ചെയ്യുമെന്ന്. അപ്പോൾ എൻഡിങ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി. So I highly recommend this one. The next one is റൂത്തിന്റെ ലോകം ബൈ ലാജോ ജോസ്. ഇതിന്റെ മൂവി ബൊഗൈൻവില്ല റിലീസ് ആയപ്പോഴാണ് ഞാൻ ഈ ഒരു ബുക്കിനെ പറ്റി അറിയുന്നത് തന്നെ. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ത്രില്ലർ ആണ്. സോ ഇതില് മെയിൻ ക്യാരക്ടർ റൂത്തിന് റെട്രോഗ്രേഡ് അമ്നീഷ്യാണ്. അത് കാരണം തന്നെ അവൾക്ക് ഇന്നലെ എന്താ സംഭവിച്ചു, ഇന്ന് എന്താ സംഭവിച്ചെന്ന് അവൾക്ക് കാര്യമായിട്ട് പറയാൻ അറിയണ്ടാവില്ല. ചില സമയത്ത് അവൾ പലതും ഓർമ്മിക്കും, ചില സമയത്ത് അവൾക്ക് എന്താണ് നടക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് ഓർമ്മ ഉണ്ടാവില്ല.
സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മിസ്സിങ് കേസ് അവൾ ന്യൂസ് പേപ്പറിൽ കാണുന്നത്. അങ്ങനെ അതിനുമായിട്ട് അവൾ ഇൻവോൾവ് ആവുകയാണ്. അപ്പോൾ അവൾക്ക് അറിയാം എവിടേക്കോ അവൾ ഈ ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ട്, ഈ മിസ്സിങ് ആയ കുട്ടിയെ കണ്ടിട്ടുണ്ടെന്ന്. ബട്ട് എവിടെയാണെന്ന് അവൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ പോലീസുമായിട്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഇൻവോൾവ് ആവുകയാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം ഈ ഒരു നറേറ്ററിനെ ഭയങ്കര അൺറിലയബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം വിൽ ബി ലൈക്ക് സോ ക്യൂരിയസ് വാട്ട് ഹാപ്പൻ. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ലൈക്ക് അത് ലീഡ് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ മൂവിയും ബുക്കും വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും എനിക്ക് ഒരേ വേവ് ലെങ്ത് ആയിട്ടാണ് തോന്നിയത്. ഒരേ ഡിറ്റോ കോപ്പി ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എക്സിക്യൂഷൻ ആയാലും ബുക്ക് പോകുന്ന വഴിയായാലും ഒക്കെ സെയിം ആയിട്ടാണ് തോന്നിയത്. അധികം മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ചേഞ്ചസ് ഉള്ളൂ. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ കുറച്ച് ഇമ്പ്രൂവ് ആക്കായിരുന്നു എന്ന് തോന്നി. ലൈക്ക് അതിൽ വരുന്ന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ കുറച്ചും കൂടി ഇംപ്രൂവൈസ് ചെയ്യായിരുന്നു എന്ന് തോന്നി. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് എ 3.5 star read for me. If you are a beginner and if you love thrillers, then definitely try this one. The next one is Hydrangea by Ladjo Joss. ഞാൻ ഇതെന്റെ കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബുക്ക്. അപ്പോൾ ഇതും സെയിം ലാജോ ജോസിന്റെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പിക്ക് ചെയ്തത്. ആൻഡ് എനിക്ക് തോന്നുന്നു റൂത്തിന്റെ ലോകത്തിനേക്കാളും ഇഷ്ടമായി എന്തൊക്കെയോ. ബട്ട് റൂത്തിന്റെ ലോകം ആയിരുന്നു കുറച്ചും കൂടെ എക്സിക്യൂഷൻ ചെയ്തത് ബെറ്റർ. ബട്ട് സ്റ്റോറി ഇതായിരുന്നു നല്ലത്. ബട്ട് ഇത് അവസാനം വെച്ച് കൊളാക്കിയ പോലെ തോന്നി. സോ ഇതും ഒരു ത്രില്ലർ തന്നെയാണ്. അപ്പോൾ ഇതില് സീരിയൽ കില്ലിംഗ് ആണ് വരുന്നത്. മെയിൻ ക്യാരക്ടറാണ് എസ്തർ. അപ്പൊ എസ്തർ എനിക്ക് തോന്നുന്നു ഇതൊരു സീരീസ് ആണെന്ന്. കാരണം ഇതിന്റെ ഫസ്റ്റ് ബുക്ക് ഞാൻ വായിച്ചില്ല. അപ്പൊ എസ്തർ ക്രൈംസ് സോൾവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവൾ അതിനെ പറ്റിയിട്ട് ബുക്സ് എഴുതുന്നുണ്ട്. അങ്ങനെയാണ് ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഓഫീസറുമായിട്ട് അവളൊരു കണക്ഷൻ വരുന്നതും. അങ്ങനെ അവിടെ അവരുടെ നാട്ടിൽ നടക്കുന്ന പുതിയൊരു സീരിയൽ കില്ലിംഗ് കേസുമായിട്ട് ഇൻവോൾവ് ആവുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ലൈക്ക് എല്ലാ മേർഡേഴ്സും നടത്തിയിരിക്കുന്നത് ലസ്റ്റ് കാരണമാണ്. ലൈക്ക് വുമൻസിനോടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആഫ്റ്റർ കില്ലിങ്ങിന് ശേഷം പിങ്ക് ഹൈഡ്രേഞ്ചിയ പൂക്കൾ അവരുടെ ആ ഒരു ബോഡിയിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ സിമിലർ ആയിട്ടാണ് എല്ലാ കൊലപാതകവും നടക്കുന്നത്. ബട്ട് ഈ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അൺടിൽ ദെൻ. ബട്ട് എൻഡിങ് എന്തോ ഭയങ്കര ക്ലോഷർ കിട്ടാത്ത പോലെ എനിക്ക് തോന്നി. ലൈക്ക് പെട്ടെന്ന് അബ്രപ്റ്റ്ലി എൻഡ് ചെയ്ത പോലെ തോന്നി. ബട്ട് അറ്റ് സെയിം ടൈം ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എൻജോയ് ചെയ്തു. സോ ഇതിന്റെ ഫസ്റ്റ് ബുക്ക് എനിക്ക് വായിക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യാം. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ബിരിയാണി. ഇതൊരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആണ്. അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ആ ബുക്ക് മുഴുവൻ വായിച്ചു. ബട്ട് എനിക്ക് ആ ഫുൾ വായിച്ചതിൽ എനിക്ക് ബിരിയാണി മാത്രമാണ് ഇഷ്ടമായത്. ബാക്കിയൊന്നും എൻ്റെ ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ സബ്ജക്ട് മാറ്റർ അല്ലായിരുന്നു. അപ്പോൾ ബിരിയാണി എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷനിലെ ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ അത് കുറച്ച് പേജേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈസിലി വായിക്കാൻ പറ്റും. കുറച്ച് സാഹിത്യപരമായിട്ടുള്ള ലാംഗ്വേജ് ആണെങ്കിലും എനിക്ക് ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നി. അത് ഭയങ്കര മൂർച്ചയുള്ള വാക്കുകളാണ് അയാൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു സബ്ജക്ട് മാറ്ററിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു ലിങ്കറിങ് ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ. ലൈക്ക് പക്ഷെ ചെറുതായിരുന്നു. അധികം പ്ലോട്ട് വൈസ് ഒന്നും പറയാനില്ല അതിനെ പറ്റിയിട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് റിയലി ഗുഡ്. So if you want a very short but poignant book, then definitely try Biryani. The next one is Yudasinte Suvishesham by K.R. Meera. ഇത് എനിക്ക് ഒരു 2 star റീഡ് ആയിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടമായില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു K.R. മീരയുടെ. ബട്ട് എന്തുകൊണ്ടോ എനിക്ക് ബുക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇത് കൂടുതലും വൈബ്സ് ആയിരുന്നു, കൂടുതൽ അറ്റ്മോസ്ഫിയറിക് ആയിരുന്നു ലൈക്ക് പ്ലോട്ടിനേക്കാളും. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ പ്രേമക്ക് ഭയങ്കരമായിട്ട് ഇൻഫാക്ച്വേഷൻ, ഒരു കൈൻഡ് ഓഫ് ഒബ്സഷൻ വിത്ത് എ മാൻ. അപ്പോൾ അയാളുടെ പേരാണ് യൂദാസ്. അയാളാണ് അവിടെയുള്ള കായലിൽ ആര് തന്നെ സൂയിസൈഡ് ചെയ്താലും മുങ്ങി മരിച്ചാലും അയാളാണ് ആ ഒരു ബോഡി പുറത്തെടുക്കുന്നത്. അപ്പൊ അയാൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനോട് പ്രേമക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പിറേഷൻ തോന്നുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതൊരു ഒബ്സെഷനായി മാറുകയാണ്. ആൻഡ് ഷീ കാൺ തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ് എക്സെപ്റ്റ് ഹിം. അപ്പോൾ അവനെ തേടിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെയോ എനിക്ക് ഇഷ്ടമായി ദ റൈറ്റിംഗ്. എന്തൊക്കെയോ എനിക്ക് ആ ഒരു ഒബ്സെഷൻ, ആ ഒരു ഇൻഫാച്വേഷൻ, ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്ലോട്ടിന് കാര്യമായിട്ട് വേറെ ഡെപ്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമേ
മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത്രയും എനിക്ക് ഇഷ്ടമായതുമില്ല. സോ ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം വായിച്ച മലയാളം ബുക്സ്. അപ്പൊ ഞാൻ ഒരുപാട് നല്ല ബുക്സ് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇക്കൊല്ലം ഞാൻ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ട്? നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് വഴിയാണ് ഞാൻ ബിരിയാണിയും ഹൈഡ്രേഞ്ചും ഒക്കെ വായിച്ചത്. സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നല്ല നല്ല റെക്കമെൻഡേഷൻസ് പ്ലീസ് ഡു കമന്റ്. ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് പോസ്റ്റ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. And I will see you with another video. Till then, bye bye and take care.